നേപ്പാളിന് എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിൽ ഇടക്കാല സർക്കാർ അധികാരത്തിലേറ്റു. സുശീല കുർക്കി ആണ് ഇടക്കാല പ്രധാനമന്ത്രിയായി വരുന്നത്. ഇപ്പോൾ നേപ്പാൾ ഇപ്പോൾ പലരും പറയുന്നുണ്ട് നേപ്പാളിൻ്റെ സ്ക്രിപ്റ്റ് മോദിയുടേതാണ്, ഇന്ത്യയുടേതാണെന്നൊക്കെ പറയുന്നുണ്ട്. നേപ്പാളിനെ പൂർണ്ണമായും ഇന്ത്യ കൈപ്പിടിയിലാക്കുമോ? അങ്ങനെ നേപ്പാളിനെ ഇന്ത്യയുടെ ഒപ്പം ചേർക്കാനോ അല്ലെങ്കിൽ നേപ്പാൾ പിടിച്ചെടുക്കാനോ തൽക്കാലം ഇന്ത്യക്ക് പദ്ധതികളില്ല, അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ സുശീല കുർക്കി അവർ നേപ്പാളിൻ്റെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇപ്പോൾ നേപ്പാളിൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അയൽ രാജ്യത്തിൽ ഒരു അധികാരമാറ്റം ഉണ്ടാകുമ്പോൾ അഭിനന്ദന സന്ദേശം അയക്കുക എന്നുള്ളൊരു അല്ലെങ്കിൽ ആശംസാ സന്ദേശം അയക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയാണ്. അപ്പോൾ അതുപ്രകാരം പ്രധാനമന്ത്രി മോദി ഈ സുശീല കുർക്കിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു ആശംസാ സന്ദേശം അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നേപ്പാൾ എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലേക്ക് സമാധാനപരമായി ജനാധിപത്യപരമായി മാറട്ടെ, എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് പറയുന്നതിനോടൊപ്പം നേപ്പാൾ ജനതയുടെ സമാധാനത്തിനും വികസനത്തിനും അഭിവൃദ്ധിക്കും എപ്പോഴും ഇന്ത്യ ഒപ്പമുണ്ടാകും എന്നുള്ളൊരു ഉറപ്പും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും സമാനമായ ഒരു പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രി പറയുന്നത്, അടുത്ത അയൽവാസി എന്ന നിലയിൽ അല്ലെങ്കിൽ ജനാധിപത്യപരമായും വികസനപരമായും ദീർഘകാല പങ്കാളി എന്ന നിലയിൽ നേപ്പാളിനൊപ്പം നിന്ന് ഇന്ത്യ പ്രവർത്തിക്കും. രണ്ടു രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും ജീവിതത്തിനും വികസനത്തിനും വേണ്ടി ഒരുമിച്ച് ഇന്ത്യയും നേപ്പാളും പ്രവർത്തിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയും പറഞ്ഞത്. അപ്പോൾ ഇപ്പം നേപ്പാൾ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണിപ്പോൾ ഉള്ളത്. അവിടെ ഇടക്കാല സർക്കാരാണിപ്പോൾ അധികാരത്തിലെത്തിയിരിക്കുന്നത്. അപ്പോൾ സുശീല കുർക്കിയുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി അവിടെ ഏത് സാഹചര്യത്തിലാണ് അവിടുത്തെ സർക്കാർ അട്ടിമറിക്കപ്പെട്ടത്, ആ സാഹചര്യത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ള വലിയ വെല്ലുവിളി അവർക്കുണ്ട്. കൊടിയ അഴിമതി, സ്വജനപക്ഷപാതം, ഇതൊക്കെയാണ് അവിടുത്തെ യുവജനങ്ങളെ സർക്കാരിനെ അട്ടിമറിക്കുന്ന തരത്തിൽ ഒരു ജെൻസി പ്രക്ഷോഭം, കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം. അപ്പോൾ നേപ്പാൾ ഭരണകൂടം ഇപ്പോൾ നേരിടുന്ന കൊടിയ അഴിമതിയും സ്വജനപക്ഷപാതമൊക്കെ അത് നീക്കാനായി താൻ ശ്രമിക്കുന്നു എന്നുള്ള ബോധ്യപ്പെടുത്തൽ സുശീല കുർക്കിക്ക് നടത്തേണ്ടി വരും. അതിനുശേഷം അടുത്ത വർഷം മാർച്ച് 5-ാം തീയതി പൊതു തെരഞ്ഞെടുപ്പ് നടത്താനാണ് ഇപ്പോൾ തീരുമാനമുണ്ടായേക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടപ്പിലാക്കാൻ അവർക്ക് ബാധ്യതയുണ്ടാകും. നമുക്കറിയാം, ബംഗ്ലാദേശിലും ഇതേപോലെ അവിടെ ഒരു ഇടക്കാല സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ അവരും ഇതേപോലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ബാഹ്യ സമ്മർദ്ദങ്ങൾ, അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സമാനമായൊരു സ്ഥിതി നേപ്പാളിനെ സംബന്ധിച്ചുണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ അവിടെ സൈന്യം, അവിടെ ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല സൈന്യം പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നതായിട്ട് റിപ്പോർട്ടില്ല. പക്ഷേ 3 ദിവസം നീണ്ടുനിന്ന കലാപത്തിൻ്റെ അനന്തരഫലമായിട്ട് 51 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 1000-ത്തിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ പല ജയിലുകളും അവിടെ തുറക്കപ്പെട്ടു, പല ജയിലുകളും അവിടെ തച്ച് തകർക്കപ്പെട്ടു, പല ജയിൽ പുള്ളികളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേർ സ്വമേധയാ ജയിലുകളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭരണ അട്ടിമറിയിലേക്ക് പോയില്ല, കാര്യങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് സമാധാനപരമായി മടങ്ങി വരുന്നു എന്നുള്ള ഒരു നിലപാടുള്ളതുകൊണ്ട് പലരും ജയിലുകളിലേക്ക് തന്നെ മടങ്ങി വരുന്നു. പിന്നെ രക്ഷപ്പെട്ടു പോയവരെ തിരിച്ച് ജയിലുകളിൽ എത്തിക്കാനായിട്ടും അവിടെ നടപടികൾ തുടങ്ങുന്നുണ്ട്. അവിടെ ഈ ജെൻസി പ്രക്ഷോഭം ഏത് സാഹചര്യത്തിലാണ് ഉണ്ടായതെന്ന് നമുക്കറിയാമല്ലോ. അതായത് അവിടെ രാഷ്ട്രീയ നേതാക്കൾ, പ്രത്യേകിച്ച് KP ശർമ്മ ഒലി എന്ന് പറയുന്ന 73 വയസ്സുകാരനായ പ്രധാനമന്ത്രി, അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ ഈ ഭരണത്തിൻ്റെ പിണിയാളുകളായിട്ട് നിൽക്കുന്നവർ വലിയ രീതിയിലുള്ള ആഡംബരങ്ങൾ ആസ്വദിക്കുന്നു, സുഖസൗകര്യങ്ങൾ ആസ്വദിക്കുന്നു. സാധാരണ ജനങ്ങൾ കൊടിയ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും അല്ലെങ്കിൽ അവസര അസമത്വം നേരിടുന്നു. ഇതിനെതിരെയുള്ള ചെറിയ പ്രക്ഷോഭങ്ങൾ, ചെറിയ സമരങ്ങൾ നാട്ടിലെമ്പാടും നടന്നിരുന്നു. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേപ്പാൾ സർക്കാർ അവിടുത്തെ സോഷ്യൽ മീഡിയകളെ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളെ 26 എണ്ണം ഒറ്റയടിക്ക് അങ്ങ് നിരോധിച്ചു. അതിന് കാരണം പറഞ്ഞത് ഇവർ സ്വകാര്യതാ നിയമലംഘനം നടത്തുന്നു, അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവർ കൈകാര്യം ചെയ്യുന്നു. അതുകൊണ്ട് അവിടുത്തെ വാർത്താ വിതരണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാത്ത സോഷ്യൽ മീഡിയകളെ നിരോധിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം വന്നു. കഴിഞ്ഞ 4-ാം തീയതി ഒറ്റയടിക്ക് അങ്ങ് നിരോധിച്ചു. അപ്പോൾ നേരത്തെ തന്നെ അസ്വസ്ഥരായിരുന്ന, അതൃപ്തരായിരുന്ന യുവജന വിഭാഗങ്ങൾ
പെട്ടെന്ന് ഒരു പ്രക്ഷോഭം തട്ടിക്കൂട്ടുന്നു. അത് അവർക്ക് ഒരു ഏകീകൃത രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഒരു സംഘടനയോ പാർട്ടിയോ അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്നില്ല. ഒറ്റയ്ക്കും തെറ്റയ്ക്കും സംഘടിച്ച യുവജനങ്ങൾ ഒരു ചെറിയ പ്രക്ഷോഭം തുടങ്ങി. അതിൽ ചിലർ പ്രശ്നക്കാരായിരുന്നു. അവർ പാർലമെൻറ്റ് മന്ദിരത്തിലേക്ക് ഇരച്ചു കയറി. അത് ഒരു വലിയ കലാപത്തേക്ക്, രാജ്യവ്യാപക കലാപത്തിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നുള്ളതാണ്. ചില നേതാക്കൾ മാത്രം ഈ യുവജന പ്രക്ഷോഭത്തെ തുറന്ന് പിന്തുണയ്ക്കാൻ തയ്യാറായി. മറ്റുള്ളവരൊക്കെ പരസ്യമായി, മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തന്നെ പരസ്യമായി ആക്രമിക്കുന്ന നിലപാടുകളിലേക്ക് ഈ പ്രക്ഷോഭകർ പോയി എന്നുള്ളതാണ്. അവിടുത്തെ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് മന്ത്രിസഭാ മന്ദിരത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ നിവൃത്തിയില്ലാതെ അവരെ പട്ടാളം ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. പ്രധാനമന്ത്രി KP ശർമ്മ ഒലി അദ്ദേഹം ഇപ്പോൾ രാജ്യത്തകത്തുണ്ടോ അതോ മറ്റെവിടേക്കെങ്കിലും പലായനം ചെയ്തോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ഈ യുവതലമുറ അല്ലെങ്കിൽ ഈ ജെൻ സി എന്ന് പറയുന്ന ആൾക്കാർ അവരുടെ വലിയൊരു പിന്തുണയോടുകൂടിയാണ് ഇപ്പോൾ ഈ സുശീല കിർക്കി അവരെ താൽക്കാലിക സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയായി ഇപ്പോൾ ചുമതലയേൽക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പും രസകരമാണ്. ഈ യുവജന വിഭാഗം സോഷ്യൽ മീഡിയ വഴി തന്നെ ഒരു വോട്ടിംഗ് നടത്തി അവർ കൂടുതൽ പേർ പിന്തുണയ്ക്കുന്നയാൾ എന്ന നിലയിലാണ് സുശീല കിർക്കിക്ക് പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയത്. പക്ഷേ നേപ്പാൾ ഭരണഘടന പ്രകാരം ഒരു ചീഫ് ജസ്റ്റിസ്, മുൻ ചീഫ് ജസ്റ്റിസിന് ഏതെങ്കിലും ഇത്തരത്തിലുള്ള ഭരണഘടനാപരമായ പദവികൾ വഹിക്കാനായിട്ട് നേപ്പാൾ ഭരണഘടനയിൽ വ്യവസ്ഥയില്ല. പക്ഷേ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ സുശീല കിർക്കിയെ പൊതുസമ്മതയായ ഒരു നേതാവ് എന്ന നിലയിൽ അവരെ ഇപ്പോൾ നേപ്പാളിൻ്റെ ഭരണസാരഥ്യം ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ആ രാജ്യത്തെ മുൻപോട്ട് നയിക്കും, അല്ലെങ്കിൽ നിലവിലെ സാഹചര്യങ്ങൾ കൂടുതൽ വഷളാകുമോ എന്നുള്ള കാര്യത്തിലും വ്യക്തതയില്ല. വലിയൊരു ആശയം മുൻനിർത്തിയാണ് അവിടെ യുവാക്കൾ സംഘടിച്ചത്. എല്ലാ കാലത്തും എല്ലായിടത്തും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് കാരണം കുറിക്കുന്നത് യുവജനങ്ങൾ തെരുവിലിറങ്ങുമ്പോഴാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ നേപ്പാളിൽ ഉണ്ടായ പാളിച്ച ഇത്തരത്തിൽ ജനകീയ പ്രക്ഷോഭം അല്ലെങ്കിൽ യുവാക്കൾ തെരുവിൽ സംഘടിപ്പിച്ചപ്പോൾ അവരെ ഏകീകൃതമായി കൊണ്ടുപോകാൻ ഒരു പ്രസ്ഥാനമോ പാർട്ടിയോ അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്താണോ ലക്ഷ്യമിട്ടത് അത് പൂർണ്ണ അർത്ഥത്തിൽ അവർ നേടിയോ എന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാവുകയാണ്. അത്തരത്തിൽ ഒരു നേട്ടം, ഒരു കാര്യമായ ഒരു മാറ്റവും ഉണ്ടാക്കാൻ പറ്റിയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഇറങ്ങി പകരം മറ്റൊരു സർക്കാർ വന്നതൊഴിച്ചാൽ അവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണോ അത് നേടാൻ പറ്റിയോ? അവർ ആഗ്രഹിച്ചത് പൂർണ്ണമായും അഴിമതി തുടച്ചു നീക്കുക, യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടുക, കൂടുതൽ മികച്ച തൊഴിലവസരങ്ങൾ കിട്ടുക, അല്ലെങ്കിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ പ്രക്ഷോഭം തുടങ്ങിയത്. പക്ഷേ അതിൽ ഏതൊക്കെ അവർക്ക് നിറവേറ്റാൻ പറ്റി എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തതയില്ല. കാര്യം ഈ സമരങ്ങളുടെ ചുമതല അല്ലെങ്കിൽ ഇതിൻ്റെ മൊത്തം അവകാശം ഏറ്റെടുക്കാനായിട്ട് ഒരു സംഘടന പോലും ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിൽ ഒരു ഭരണമാറ്റത്തിലേക്ക് വരെ പോയ ഒരു വലിയൊരു പ്രക്ഷോഭം നിരർത്ഥകമായി പോയി എന്ന തരത്തിലാണ് ഇപ്പോൾ നേപ്പാളിലെ പൊതുവിലെ സ്ഥിതി.